പാലക്കാട് നഗരസഭ ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. ബി.ജെ.പിയിലെ വിഭാഗീയതയും നഗരസഭയിലെ ഭരണവിരുദ്ധ വികാരവും കോൺഗ്രസിന് അനുകൂലമാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ ഇപ്പോഴും യു.ഡി.എഫ് എം.എൽ.എ ആണെന്നും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ തെറ്റില്ല എന്നും എം.പി 24നോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിന്റെ ചൂട് പിടിക്കുമ്പോൾ പാലക്കാട് നഗരസഭയിൽ ചുമതല KPCC ചുമതല ഏൽപ്പിച്ച് നൽകിയിരിക്കുന്നത് വി.കെ. ശ്രീകണ്ഠൻ എം.പിക്കാണ്. എം.പി ഇപ്പോൾ 24നൊപ്പം ചേരുകയാണ്. എം.പി കഴിഞ്ഞ 10 വർഷമായി BJP ഭരിക്കുന്ന ഒരു നഗരസഭയാണ്. ഇത് തിരിച്ചു പിടിക്കാനാകുമെന്നൊരു ആത്മവിശ്വാസം? നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം പാലക്കാട് നഗരസഭയിൽ 10 വർഷത്തെ BJP ഭരണം എന്നുള്ളതല്ല, യഥാർത്ഥത്തിൽ അഴിമതിയുടെയും വികസന വിരുദ്ധതയുടെയും മുഖമുദ്രയാണ്. ഇത്രയേറെ ഭരണ പരാജയം ഉണ്ടായിട്ടും ജനങ്ങൾ അറിയാതെ ഒരു കൈപ്പഴ പറ്റിയവർക്ക്. അതുകൊണ്ട് നല്ല ആത്മവിശ്വാസമുണ്ട്. വലിയ ഭൂരിപക്ഷത്തിൽ പാലക്കാട് നഗരസഭ UDF വിജയിച്ചിരിക്കും. BJPയിലെ കച്ചവട ലോബികൾ 4-5 ഗ്രൂപ്പായി പിരിഞ്ഞ് അവരുടെ സങ്കുചിത സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ചെയർപേഴ്സനെ മൂക്കുകൊണ്ട് ഷാഗംഗ വരപ്പിച്ചിട്ടുണ്ട്. അന്തഛിദ്രം പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസത്തിലൂടെയല്ല, സാമുദായികമായിട്ടുള്ള അന്തഛിദ്രമാണ്. സംഘപരിവാർ എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ അന്തഛിദ്ര പരിവാറായിട്ട് മാറിയിരിക്കുക. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കണ്ട ഒരാളാണ്, പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് എന്തെങ്കിലും മാറ്റമുള്ള തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ എനിക്കൊരു ജ്വരമാണ്. കാരണം പൊതുപ്രവർത്തകനായി നിന്ന കാലം തൊട്ട് ഞാൻ വളരെ ചെറിയ വയസ്സിൽ ജനപ്രതിയായ ആളാണ്, നഗരസഭാ കൗൺസിലറായ ആളാണ്. ഒരു പ്രാവശ്യമല്ല 4 പ്രാവശ്യം. അത് എൻ്റെ കഴിവല്ല, എൻ്റെ പ്രവർത്തനമല്ല, ജനങ്ങളുടെ പിന്തുണയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ജനസ്നേഹം പിടിച്ചു പറ്റിയാണ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും ജനവികാരം മാനിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയും വർഗീയ ശക്തികളോടില്ല പാലക്കാട്. അതുകൊണ്ട് വിജയം സുനിശ്ചിതമാണ്. MLA-ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഞാൻ നിങ്ങളോട് 2 മാസം മുമ്പേ പറഞ്ഞു, ഈ ആരോപണങ്ങളൊക്കെ ഒരു പുകമറയാണ്. ഇതൊന്നും യാഥാർത്ഥ്യ സംവിധാനമായിട്ട് വന്നിട്ടില്ല. അദ്ദേഹം ഇന്നും കോൺഗ്രസിലാണ്, സസ്പെൻഷൻ നടപടി സ്വീകരിക്കുന്ന കോൺഗ്രസ്സുകാരനാണ്. 2 അദ്ദേഹം MLA ആണ്, UDFൻ്റെ MLA ആണ്. അതിന്ന് ആരും മാറ്റിയിട്ടില്ല. അപ്പോൾ UDFൻ്റെ MLA UDFന് വേണ്ടി പ്രവർത്തിക്കുന്നത് തെറ്റില്ല. പക്ഷേ ഔദ്യോഗിക പരിപാടികളിൽ ഒരിക്കലും പാർട്ടി നടപടിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് വരാൻ കഴിയില്ല. അങ്ങനെ അദ്ദേഹം വന്നിട്ടില്ല. അത് തന്നെയാണ് കഴിഞ്ഞ 10 വർഷമായി BJP ഭരിക്കുന്ന ഒരു നഗരസഭ തിരിച്ചു പിടിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ്. ആ ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ MP നമ്മളോടൊപ്പം പങ്കുവച്ചത്. ക്യാമറമാൻ രാജീവ് സുധേവിനൊപ്പം ഐഷത്തുൽ ഷംന, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.